റമദാനിലെ നിർബന്ധ നോമ്പ്, ആ നിർബന്ധ നോമ്പ് തീർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 6ലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു മാസത്തെ നോമ്പിൽ ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം പരിഗണിക്കേണ്ടത്. 30 ദിവസം നോമ്പെടുത്ത ഒരാൾക്ക് 6 ദിവസം കൂടി എടുത്ത ഒരു കൊല്ലത്തെ കൂലിന്ന് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ 1 മണിക്കൂർ കൂടെ പണിയെടുത്താൽ ഒരു 1000 രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പണിയെടുക്കാനും തയ്യാറാണെന്ന് പറയും നമ്മൾ. അപ്പോൾ ഇവിടെ റഹ്മാനായ റബ്ബിൻ്റെ ഒരു വലിയ ഓഫർ ഉണ്ട്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളെ ഒരു നിലപാട് എന്താണ്? റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു നോമ്പാണല്ലോ ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത്. പല പേരിലും നമ്മുടെ നാട്ടിൽ അതിന് ആളുകൾ അത് പറയാറുണ്ട്. ഇതിൻ്റെ സംശയങ്ങളുണ്ട്, ആളുകൾക്ക് കുറേ സംശയങ്ങൾ ഇതിലുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തുടങ്ങണോ, ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് ചെയ്ത് തീർത്താൽ മതി, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. ആ വിധികളൊന്ന് നമ്മൾ ഈ സമയത്ത് പറയുന്നത് നന്നാവും. ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ വളരെ മഷഹൂറായ അഥവാ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള ഏതൊരു സാധാരണക്കാർക്കും അറിയുന്നതായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കുറേ സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥയും ഉണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുള്ള സുപ്രധാന കാര്യങ്ങൾ, ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതും അതേപോലെ സാധിക്കുന്ന രൂപത്തിൽ അനുഷ്ഠിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അത്രയും സുന്നത്താക്കപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചര്യയാക്കി നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. എന്നാലും കുറേ ആളുകൾ നിസാരായി കാണുന്നവരുണ്ട്. അതിപ്പോൾ റമദാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എന്ത് എന്ന മനോഭാവത്തോടെ പോകുന്നവരുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു വില കുറച്ച് കാണുക. ഇനിയിപ്പോൾ 6 നോമ്പ് കൂടി നോറ്റാൽ അത്ര ഉണ്ട് ഇത്ര ഉണ്ട്, അങ്ങനെ ഒരു വില കുറച്ച് കാണുന്ന രീതി ഉണ്ട്. പിന്നെ കുറേ ആളുകൾ പരിഹസിക്കാനായിട്ട് അങ്ങനെയൊന്നും ഇപ്പം ഇനി ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സംശയത്തിൽ കുടുങ്ങി പരിഹസിക്കാൻ തുനിയുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം വളരെ സുന്നത്താക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറഞ്ഞ ഒരു സംഗതിയാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ കാണാൻ ഓരോരുത്തർ തയ്യാറാകണം. മറ്റൊരു സംഗതി, ഇത് എപ്പോൾ നോൽക്കണം എന്നതാണ്. അപ്പോൾ അതിൽ പണ്ഡിതന്മാർ നടത്തിയ ചർച്ചയിൽ, ഫുഖഹാക്കളുടെ ചർച്ചയിൽ കാണുന്നത് ഒരു അംറുൻ വാസിയാണ്, അഥവാ ഒരു വിശാലമായ തലാണ് ഇതിനുള്ളത്. ഷവ്വാൽ എന്ന് ഹദീസിൽ പ്രത്യേകം വന്നു. അതേപോലെ തന്നെ നമുക്ക് ഹദീസിൽ കാണാം സുമ്മ അത്ബഉ സിത്തൻ, അഥവാ റമദാൻ കഴിഞ്ഞു അതിനെ തുടർന്ന് 6 എന്ന് കാണാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റമദാനിലെ നിർബന്ധ നോമ്പ്, ആ നിർബന്ധ നോമ്പ് തീർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ 6ലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു മാസത്തെ നോമ്പിൽ ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം പരിഗണിക്കേണ്ടത്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ആ നഷ്ടപ്പെട്ട നോമ്പുകളെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, ഹൈലുകാരികളൊക്കെ ആയ സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര കാരണോ രോഗം കാരണമൊക്കെ വല്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാദ്യം നോറ്റ് വീട്ടണം. അതിൻ്റെ കൂടെ ഈ നീയത്ത് വെച്ചാൽ പരിഹാരമാകില്ല. ഏത് ഫർള് വീട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എന്നാൽ സിത്ത് നോമ്പിൻ്റെ നീയത്ത് കൂടി വെച്ചാൽ പരിഹാരമാകില്ല. കാരണം സുമ്മ അത്ബഉഹു എന്നാണ്, ഇതിനെ തുടർന്നാണ്. അപ്പോൾ ഫർളിൻ്റെ സുന്നത്തിന് നീയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഒരുമിച്ചിട്ട് കൊണ്ടുപോയാൽ അത് വീടി കിട്ടൂല. ഇവിടെ ഇത് അംറു വാസി ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ പെരുന്നാൾ കഴിഞ്ഞ് നേരെ തന്നെ എന്ത് ചെയ്യുക, ഈ നോമ്പ് തുടരുന്ന രീതി അത് ഒന്നുകൂടി നല്ലതാണ്. കാരണം മടിയും അലസതയും കൂടുതൽ വരാതെ പെട്ടെന്ന് എന്ത് ചെയ്യുക. ഇപ്പോൾ പണ്ഡിതന്മാരത് വിശദീകരിക്കുമ്പോൾ കാണാം, ഹൈറാത്തിലേക്ക് മുൻകടക്കണം, മഗ്ഫിറത്തിലേക്ക് മുൻകടക്കണം എന്നൊക്കെ ആയത്തുകൾ വെച്ച് തന്നെ പറയുന്നുണ്ട്. അത് പിന്തിപ്പിക്കേണ്ട ആവശ്യമില്ല, വളരെ വേഗത്തിൽ തന്നെ ആ കാര്യങ്ങളെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞതിട്ട് കാണാൻ പറ്റും. ഇനി അതല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാവകാശമാണ്, അങ്ങനെ എടുക്കുക, അവസാനത്തിലേക്കാണ് അങ്ങനെ എടുക്കുക. അപ്പോൾ ഏത് രീതിയിലും എടുക്കാം. കൂടുതൽ അഭികാമ്യം നല്ലത് വളരെ പെട്ടെന്ന് തന്നെ ആക്കുക എന്നതാണ്. ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഇത് ഇപ്പോൾ നമ്മുടെ ഫറളിൽ നിർബന്ധ കാര്യത്തിൽ വന്നു പോകുന്ന കുറേ കുറവുകളുണ്ടാവും, ഒരുപാട് നഖ്സ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വലിയ കാരുണ്യമാണ് ശരിക്കും. ഇപ്പോൾ ഫറദ് നിസ്കാരം അതിലെന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ നഷ്ടപ്പെടലൊക്കെ ഉണ്ടായിട്ട് അതിന് നികത്താനാണ് എന്ത്? നാഫിൽ സുന്നത്തായ നിസ്കാരങ്ങൾ. എന്ന പോലെ തന്നെ ഈ നിർബന്ധ നോമ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അപാകതകൾ,
കുറവുകൾ വന്നു പോയിട്ട് അതൊക്കെ നികത്താനുള്ള വലിയൊരു സംഗതി കൂടിയാണ് ഈ 6 നോമ്പ് എന്നത്. അതുകൊണ്ട് ഇതിനെ പിന്നെ നിസാരമാക്കി അല്ലെങ്കിൽ അവഗണനയോടെ അതിനോടൊരു അലസതയും അലംഭാവവും കാണിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാലിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഉണർത്തുകയും ഊന്നിപ്പറയുകയും ചെയ്ത ഒരു കാര്യമാണ്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഷാഫിക്ക് ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ? ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അവ സുമ്മാത്ത് ബൗഷ് സിത്തമിൻ ഷവ്വാൽ എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർത്തി പറഞ്ഞാണ് അവൻ ഒരു കൊല്ലം നോമ്പ് നോറ്റതുപോലെയാണെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കൊല്ലം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളുടെ കൂലി 36 ദിവസം അതല്ലെങ്കിൽ 29 + 6 ദിവസം എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. 30 ദിവസം നോമ്പെടുത്ത ഒരാൾക്ക് 6 ദിവസം കൂടി എടുത്ത ഒരു കൊല്ലത്തെ കൂലി നിന്ന് കിട്ടുമ്പോൾ സാധാരണഗതിയിൽ 1 മണിക്കൂർ കൂടെ പണിയെടുത്താൽ ഒരു 1000 രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ പണിയെടുക്കാൻ തയ്യാറാണെന്ന് പറയും നമ്മൾ. അപ്പോൾ ഇവിടെ റഹ്മാനായ റബ്ബിൻ്റെ ഒരു വലിയ ഓഫറുണ്ട്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നിടത്ത് നമ്മളെ ഒരു നിലപാട് എന്താണ്? ഇപ്പോൾ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേഗം സ്പീഡാക്കുക എന്നാണ്. ഫസ്അഉ ഇലൽ അല്ലേ, ജുമുഅനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫസ്അഉ എന്നാ ഓടി. അതേപോലെ തന്നെ ഫിറു എന്ന് പറയുന്നത് ഇപ്പോൾ ഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് വേഗം പോകണം എന്നുള്ളതാണ്. ഭൗതികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഫംഷു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണത്. അത് സാവകാശമായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിന് നേരെ ഉൾട്ടയാണ് ആളുകൾക്കിടയിൽ കാണുന്ന ഒരു അവസ്ഥ. പരലോകത്തിൻ്റെ വിഷയത്തിൽ വളരെ നീട്ടി വെക്കുന്നൊരവസ്ഥ. എന്നാൽ ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ അത് ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളെ ഏതെങ്കിലും ഒരു കാർഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് അത് ശരിയാക്കിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഭൗതിക വിഷയങ്ങളിലുള്ള ഒരു ശ്രദ്ധ അത് നമുക്ക് പരലോകത്തിൻ്റെ വിഷയത്തിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഒരു അമലിലെ ഒരു കുറവിനെ അതും പരിഹരിച്ചു തരാൻ വേറൊരു അമൽ അള്ളാഹു എന്ത് ചെയ്യാണ് വെച്ച് തരാൻ. അപ്പോൾ ഹദീസിൽ തന്നെ പറഞ്ഞു ഫയുക്കമ്മിലു ബിഹ മൻ തഖസ മിനൽ ഫറായിൽ, ഫർളുകളിൽ നിന്ന് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ പരിഹരിക്കാനാണ് ഈ സുന്നത്തായ കാര്യങ്ങൾ. അപ്പോൾ നാളെ പരലോകത്ത് എന്നിട്ട് 30 നോമ്പ് എടുത്തിട്ടുണ്ടോ, ഫർളുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിൽ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നതാണ് അല്ലി അബദി മിൻ തത്തവൈൻ, എൻ്റെ അടിമക്ക് വല്ല സുന്നത്തുണ്ടോ? അപ്പോൾ സുന്നത്തില്ലാത്തൊരവസ്ഥ വരുന്ന ആളായിട്ട് നമ്മൾ മാറരുതല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 6 ദിവസത്തെ നോമ്പ് നമുക്ക് മുമ്പിൽ അത് വിശാലമാണെന്ന് ഉസ്താദ് സൂചിപ്പിച്ചു. ഒരു തിങ്കളും വ്യാഴോ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് തന്നെ എടുത്ത് അതങ്ങോട്ട് എടുത്ത് പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഒരു റാഹത്ത് നമുക്ക് കിട്ടുന്നുള്ളത് തന്നെയാണ് ഈമാനികമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഇൻഷാ അള്ളാ പലരും അറിയാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് അതിൻ്റെ ഒരു ശ്രേഷ്ഠത മനസ്സിലായാൽ പല ആളുകളും എന്ത് ചെയ്യും, ഇത്ര എടുക്കാൻ പറ്റിയ പിന്നെന്താ അതേ എന്ന് കൂടെ ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ട് എന്ത് ചെയ്യാം, അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രൂഫ് പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി നമ്മൾ പ്രമാണബദ്ധമായി പഠിക്കുക, ജീവിതത്തിൽ നമ്മൾ പുലർത്തുക, സ്വർഗം നേടിത്തരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ മുഴുകുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.